അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിയുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു മഹാസദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതം ഏത് ആശയാദർശങ്ങൾക്ക് വേണ്ടിയാണോ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടത്, ആ ആശയാദർശങ്ങളുടെ മുഴുവൻ ഉള്ളടക്കവും നിഴലിക്കുന്ന പ്രഭാഷണമായിരുന്നു അത്. തിരുനബിയുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായ ആ സാരോപദേശം മനുഷ്യകുലത്തിന്റെ പുരോഗതിക്കുള്ള വഴികാട്ടിയും പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മധുര ഗീതങ്ങളുമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാണന് തുല്യം സ്നേഹിക്കുകയും അദ്ദേഹത്തെ മാതൃകയാക്കി ജീവിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് ആ പ്രഭാഷണം തങ്ങളുടെ ഗുരുവര്യന്റെ അവസാന വസിയ്യത്തായി സ്വീകരിക്കൽ നിർബന്ധമാണ്. അതിലെ ഓരോ വാക്കുകളും അവരുടെ മനസ്സിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കേണ്ടതാണ്. ഹിജ്റാബ്ദം 10-ാം വർഷത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ആ പ്രസംഗം നടന്നത്. ഇസ്ലാം മതത്തിലെ എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളിലും ആ പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസമാക്കിയതിന്റെ 10-ാം വർഷത്തിലെ ദുൽഖഅദ് മാസത്തിൽ തന്നിൽ വിശ്വസിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് പുതിയ ജീവിതം ആരംഭിച്ച പല ഭാഗത്തായി താമസമുറപ്പിച്ചിരിക്കുന്ന അനുയായികൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത അദ്ദേഹം എത്തിച്ചു കൊടുത്തു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് താൻ കുടുംബസമേതം പങ്കെടുക്കുന്നു. തന്നോടൊപ്പം ഹജ്ജിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ യാത്രക്കൊരുങ്ങി മദീനയിലേക്ക് എത്തുക, നമുക്കൊരുമിച്ച് യാത്ര തിരിക്കാം. ഇതായിരുന്നു ആ നേതാവ് തന്റെ അനുചരന്മാർക്ക് കൊടുത്ത സുവിശേഷം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെടുന്നു എന്ന വാർത്ത മുസ്ലിങ്ങളെ മദീനയിലേക്ക് പ്രവഹിക്കാൻ കാരണമാക്കി. നഗരങ്ങളിൽ നിന്നും നാട്ടുംപുറങ്ങളിൽ നിന്നും ഗിരിപ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാം മതവിശ്വാസികൾ മദീനയിൽ വന്നു ചേർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനോടൊപ്പം യാത്ര തിരിക്കാനുള്ള ആഹ്ലാദവും ആവേശവുമായിരുന്നു ആ വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും. ദിവസങ്ങൾക്കകം മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ അന്യദിക്കുകളിൽ നിന്നും വന്ന വിശ്വാസികളുടെ കൂടാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും കുടുംബവും യാത്രക്കൊരുങ്ങുമ്പോഴേക്കും സഹയാത്രക്കായി എത്തിച്ചേർന്നവരുടെ എണ്ണം ഒട്ടേറെയായി വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് യാത്ര ആരംഭിച്ചപ്പോൾ 1,14,000 പേരാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര പുറപ്പെട്ടത്. ഹജ്ജ് വേളയിൽ ധരിക്കുന്ന പ്രത്യേക വേഷത്തിൽ 1,14,000 പേർ തങ്ങൾ തോളോട് തോള് ചേർന്ന് ലോകാനുഗ്രഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് നീങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുര മനോഹരമായ ഒരു മുദ്രാവാക്യം അവർക്ക് ചൊല്ലിക്കൊടുത്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നായിരുന്നു ആ മുദ്രാവാക്യം. 10,000ങ്ങളുടെ കണ്ഠങ്ങൾ അതേറ്റു പറഞ്ഞു. അല്ലാഹുവേ, നിന്റെ ആഹ്വാനം സ്വീകരിച്ച് ഞങ്ങളിതാ എത്തുന്നു. നിന്റെ ഉത്തരവ് കാത്ത് ഞങ്ങൾ എത്തുന്നു. നിനക്ക് സമാനനായ ആരും തന്നെയില്ല. എല്ലാ സ്തുതിയും അനുഗ്രഹവും അധികാരവും നിന്നിലാണ്. നിനക്ക് സമാനമായി ആരും തന്നെയില്ല. വിശ്വാസദാർഢ്യത്തെ പ്രഖ്യാപനം ചെയ്യുന്ന ഈ മന്ത്രവും ഉരുവിട്ടുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചര സംഘവും മക്കയിലെത്തിച്ചേർന്നു. ഹജ്ജിലെ ചടങ്ങുകളായ കഅബ തവാഫ്, സഫാ മർവായിലെ പ്രയാണം എന്നിവയ്ക്ക് ശേഷം ദുൽഹജ്ജ് 9-ാം തീയതി തന്റെ കസ്വ എന്ന ഒട്ടകപ്പുറത്ത് കയറി അറഫായിലേക്ക് നീങ്ങി. മുഴുവൻ വിശ്വാസികളും അദ്ദേഹത്തെ അനുഗമിച്ചു. ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ അറഫ മൈതാനിയിൽ എത്തിച്ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മധ്യാഹ്നം വരെ അവിടെ വിശ്രമിച്ചതിന് ശേഷം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിനായി ജനക്കൂട്ടത്തെ അഭിമുഖീകരിച്ചു. ശുഭ്രവസ്ത്രധാരികളായ 1.25 ലക്ഷം അനുയായികൾ അറഫ മൈതാനത്തച്ചടക്കത്തോടെ തങ്ങളുടെ ആചാര്യന്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എല്ലാവരും വ്യക്തമായി കേൾക്കാനായി അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും സദസ്സിന്റെ അറ്റങ്ങളോളം എത്തിച്ചു കൊടുക്കാൻ ഏറ്റുപറച്ചിലുകാരെയും ഏർപ്പാട് ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രഭാഷണം ആരംഭിച്ചു. അല്ലയോ ജനങ്ങളെ, ആ മഹാത്മാവിന്റെ ചുണ്ടുകളിൽ നിന്നും ആദ്യ വാക്ക് പുറത്തു വന്നു. ഏതാനും വാരാകലത്തിൽ നിലയുറപ്പിച്ചിരുന്ന റബീഅ ഇബ്നു ഉമയ്യ ആ പദം ആവർത്തിച്ചു. വിശാലമായ മൈതാനം മുഴുവൻ മുഴങ്ങും വിധം അതേറ്റു പറയപ്പെട്ടു. സദസ്സിലെ മുഴുവൻ ജനങ്ങളും അത് വ്യക്തമായി തന്നെ ഗ്രഹിച്ചു. അല്ലയോ ജനങ്ങളെ, എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ താഴ്വരയിൽ നിങ്ങളെ ഇന്ന് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് പോലെ ഇനി ഒരിക്കൽ കൂടി സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. തന്റെ ജീവിതം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്നും തന്റെ ശിഷ്യന്മാർക്ക് നൽകാനുള്ള അവസാന ഉപദേശമാണ് ഇതെന്നും പ്രസംഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ആ മഹാത്മാവ് ഓർമ്മിക്കുകയായിരുന്നു. ഈ പ്രസംഗത്തിന് ശേഷം ഏതാനും മാസങ്ങൾ മാത്രമാണ് ആ പുണ്യാത്മാവ് ജീവിച്ചിരുന്നത്. അദ്ദേഹം തുടർന്നു, ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന കാലം വരെ നിങ്ങളുടെ ജീവനും സ്വത്തും പവിത്രമായിരിക്കട്ടെ. ഈ മാസവും ഈ ദിവസവും നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സ്ഥലവും എങ്ങനെയുള്ളതാണ്? അദ്ദേഹം സദസ്യരോട് ചോദിച്ചു. സദസ് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, പ്രവാചകരെ, ഈ മാസം പവിത്രമാണ്, ഈ സുദിനം പരിശുദ്ധമാണ്, ഈ സ്ഥലവും പവിത്രമാണ്. സദസ്സിന്റെ മറുപടി തൃപ്തികരമായ മട്ടിൽ അദ്ദേഹം പ്രതിവചിച്ചു. അതെ, ഈ മാസവും ഈ ദിവസവും ഈ സ്ഥലവും പവിത്രമായിരിക്കുന്നത് പോലെ ജനങ്ങളെ, നിങ്ങളെല്ലാവരുടെയും ജീവനും സമ്പത്തും പവിത്രമായിരിക്കേണ്ടതാണ്. പ്രിയ ശ്രോതാക്കളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളൊന്നിറങ്ങി ചെല്ലുക. മനുഷ്യകുലത്തെ എത്ര പാവനമായിട്ടാണ് ആ മഹാൻ കാണുന്നതെന്ന് നോക്കുക. ജനങ്ങൾ പരസ്പരം പവിത്രത അംഗീകരിച്ച് ജീവിക്കണം. അന്യന്റെ ജീവനെയും സ്വത്തിനെയും പവിത്രമായി കരുതണം. അവ ആക്രമിക്കപ്പെടരുത്. അന്യന് മനോദുഃഖമുണ്ടാക്കുന്നതൊന്നും തന്നെ ചെയ്യരുത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ആരുടെ കൈകളിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കുന്നുവോ അവനാണ് മുസ്ലിം. പ്രവാചകൻ മുസ്ലിംമാരാണെന്ന് ഇവിടെ നിർവചിക്കുകയാണ്. അവന്റെ കൈകൾ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിരിക്കുകയില്ല. അവന്റെ നാവ് അന്യർക്ക് ദോഷം വരുത്തുന്നതായിരിക്കുകയില്ല. സുരക്ഷിതത്വത്തിന്റെ സങ്കേതമായിരിക്കും അവൻ സംഹാരിയാകുകയില്ല, സംരക്ഷകനായിരിക്കും. അവൻ പതിവായി ഉരുവിടുന്ന ഒരു വാക്കുണ്ട്, റബ്ബ് എന്ന്. പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. മുസൽമാൻ അവന്റെ ദൈവത്തെ വിളിക്കുന്നത് റബ്ബുൽ ആലമീൻ എന്നാണ്. മുഴുലോകത്തിന്റെയും പരിപാലകൻ. അള്ളാഹുവിന്റെ പരിപാലനത്തിലാണ് ലോകം മുഴുവൻ എന്ന് മുസൽമാൻ വിശ്വസിക്കുന്നു. ആ പരിപാലനത്തിൽ നിന്നും ആരും ഒഴിവല്ല. ആഫ്രിക്കക്കാരൻ, യൂറോപ്യൻ, ഏഷ്യക്കാരൻ എല്ലാം അള്ളാഹുവിന്റെ പരിപാലനത്തിലാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ മതഭേദമില്ല, ജാതി വ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമോ ലിംഗവ്യത്യാസമോ ഇല്ല.
റബ്ബ് എന്ന പദത്തെപ്പറ്റി ഈയിടെ ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുത്ത ശ്രീ ശങ്കൽ ദയാർ ശർമ്മ, അദ്ദേഹവുമായി സഫർ ആഗ എന്ന പത്രപ്രവർത്തകൻ ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ അഭിമുഖ സംഭാഷണത്തിൽ ഹിന്ദു മുസ്ലിം ഭിന്നതയെക്കുറിച്ചും വർഗീയ കലാപങ്ങളെക്കുറിച്ചും ചോദിക്കപ്പെട്ടു. രാഷ്ട്രപതി അതിന് നൽകിയ മറുപടി വളരെ അർത്ഥവത്തായി തോന്നി. അദ്ദേഹം ഹിന്ദുമതത്തിലെ അഹിംസയെക്കുറിച്ചും ഏകത്വ ഭാവനയെക്കുറിച്ചും പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആനിലെ റബ്ബുൽ ആലമീൻ എന്ന പദത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു, മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് റബ്ബുൽ ആലമീനെയല്ലേ? എല്ലാ മനുഷ്യരുടെയും ദൈവത്തെ, എല്ലാ മനുഷ്യരുടെയും പരിപാലകനെ, അല്ലാതെ റബ്ബുൽ മുസ്ലിമീനെയല്ലല്ലോ, മുസ്ലിങ്ങളുടെ മാത്രം റബ്ബിനെയല്ലല്ലോ. മുസ്ലിങ്ങളുടെ മാത്രം റബ്ബാണെങ്കിൽ അത് അപകടമാണ്. റബ്ബുൽ ആലമീനായതുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പരിപാലകനാകുമ്പോൾ അത് ആ ദൈവം ആർക്കും എതിരായിരിക്കുകയില്ല. സർവ മനുഷ്യരുടെയും പരിപാലകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന മുസൽമാൻ സർവ മനുഷ്യരുടെയും ജീവനെ പവിത്രമായി കരുതും. മനുഷ്യർക്ക് ഉപദ്രവകരമായി ഒന്നിലും അവൻ സഹകരിക്കുന്നതേയല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബത്തൻ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി തരീഖ്. സത്യവിശ്വാസം 70-ൽ പരം ശാഖകളുള്ളതാണ്. അവയിൽ ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദമാണ്. അതായത് അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന പ്രതിജ്ഞാവാക്യം. വാദിനാഹ ഇമാതത്തുൽ അദാ അനി തരീഖ്. അവയിൽ ഏറ്റവും ഇങ്ങേയറ്റത്തുള്ളത് നടപ്പാതയിൽ ഉപദ്രവകരമായി കാണുന്നവയെ നീക്കം ചെയ്യലാണ്. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി സ്വീകരിച്ച ഒരു സത്യവിശ്വാസി അവന്റെ പ്രവർത്തനങ്ങളിലെല്ലാം സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായവയെ ചെയ്തുകൊണ്ടിരിക്കും. പൊതുനിരത്തിൽ മാർഗതടസ്സമുണ്ടാക്കുന്നവ കണ്ടെത്തിയാൽ അത് നീക്കം ചെയ്തിട്ടേ ഒരു സത്യവിശ്വാസി ആ വഴി നടന്നു പോവുകയുള്ളൂ. ഇതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അതായത് ഒരു മുസൽമാൻ നടന്നു പോകുന്ന വഴി പിന്നാലെ വരുന്ന യാത്രക്കാരന് സുരക്ഷിതമായിരിക്കും. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, പൊതുനിരത്തിൽ ഒരു മുള്ള് കണ്ടാൽ അതെടുത്തു മാറ്റി നടന്നു പോകുന്ന വ്യക്തി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമാകും. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവൻ ചെയ്തു പോയ പാപങ്ങൾക്ക് അള്ളാഹു പൊറുതി നൽകും. ചുരുക്കത്തിൽ മനുഷ്യവർഗത്തിന് മുഴുവൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ മുസൽമാനെ അവന്റെ മതം നിർബന്ധിക്കുന്നു. മനുഷ്യരുടെ സേവകരായി മാറേണ്ടത് സത്യവിശ്വാസത്തിന്റെ ഭാഗമായി ഇസ്ലാം നിർദ്ദേശിക്കുന്നു. മാന്യ ശ്രോതാക്കളിൽ നിന്നും ഒരു സംശയം ജനിച്ചേക്കാം. മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്നവ പൊതുനിരത്തിൽ കണ്ടാൽ അത് നീക്കം ചെയ്യൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അവകാശ സംരക്ഷണത്തിനായി പൊതുവഴി തടയലും മാർഗതടസ്സമുണ്ടാക്കുന്നതും നീതീകരിക്കാൻ കഴിയുമോ? ഈ സംശയത്തിന് സ്വാഭാവികമായുണ്ടായ ഈ സംശയത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിലും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിലും ഞാൻ ഉറപ്പിച്ച് മറുപടി പറയട്ടെ, ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങൾ നീതീകരിക്കാവതല്ല. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് യാത്രക്കാർക്ക് ക്ലേശമുണ്ടാക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതേയല്ല. അവൻ മാർഗതടസ്സം സൃഷ്ടിക്കുകയോ വഴി തടയുകയോ ചെയ്യുകയാണെങ്കിൽ അവനിൽ നിന്നും ഈമാന്റെ അംശം തന്നെ ചോർന്നു പോകുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി എന്ന സ്ഥാനം തന്നെ അവന് നഷ്ടപ്പെടുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ ആർക്കും തന്നെ പൊതുനിരത്തിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ സാധ്യമല്ല. യാത്രക്കാരോട് മര്യാദയോടുകൂടി പെരുമാറണമെന്നും അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണമെന്നും അവരെ അതിഥികളെ പോലെ സ്വീകരിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കും. ഇസ്ലാമിലെ നിർബന്ധാനുഷ്ഠാനങ്ങളിലൊന്നായ സക്കാത്ത് ശേഖരിച്ച ഫണ്ടിൽ നിന്നും ചിലവഴിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവരിൽ ഒരു വിഭാഗം യാത്രക്കാർ അവർ സമ്പന്നരായാലും ദരിദ്രരായാലും
അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രത്യേക ഫണ്ട് തന്നെ ഏർപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. ആ പരിശുദ്ധ മതത്തിലെ അനുയായികൾക്ക് ഒരിക്കലും യാത്രക്കാരുടെ ശത്രുയാകാൻ സാധിക്കുകയില്ല. യാത്ര മുടക്കികളാകാനും വഴിമുട്ടിക്കുന്നവരാകാനും പറ്റുകയേയില്ല. ഇത് ബന്ധുകളുടെയും ഹർത്താലുകളുടെയും കാലമാണല്ലോ. ഒരു സംഘടനക്കോ പ്രസ്ഥാനത്തിനോ ശക്തിയും കരുത്തുമുണ്ടെന്ന് കാണിക്കാൻ ബന്ധും ഹർത്താലും തെളിയിക്കുകയാണല്ലോ ഇന്നത്തെ സമ്പ്രദായം. ദൈവവിശ്വാസമില്ലാത്ത, മതബോധമില്ലാത്ത, ധാർമ്മിക മൂല്യങ്ങൾ അറം പറ്റിപ്പോയ സ്വാർത്ഥരായ ചില അധികാരമോഹികൾ കണ്ടെത്തിയ ഹീനമാർഗമാണിത്. ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഈ രീതി മതങ്ങളൊന്നും അംഗീകരിച്ചതല്ല, ദൈവവിശ്വാസികൾക്ക് അംഗീകരിക്കാവുന്നതുമല്ല, സമ്പ്രദായവുമല്ല. എല്ലാ ധർമ്മശാസ്ത്രങ്ങൾക്കും ഇതെതിരാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ തത്വങ്ങൾക്ക് ഇത് ഘടകവിരുദ്ധമാണ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന മുസ്ലിം യുവാക്കളെ ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇസ്ലാമിക ആവേശം പ്രകടിപ്പിക്കാൻ വെമ്പുന്ന എന്റെ പ്രിയമിത്രങ്ങളെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആദ്യമായി മതപരമായ ന്യായീകരണം തേടുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമികമായ അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുണ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ആരെങ്കിലും ആവേശം കയറ്റുമ്പോൾ മുൻപിൻ നോക്കാതെ നിങ്ങൾ ചാടി പുറപ്പെട്ട് കളയരുത്. വിചാരം നഷ്ടപ്പെട്ട് വികാരത്തിനടിമപ്പെട്ട് വിവേകം ചവിട്ടിമെതിച്ച് മതം പൊട്ടി ഓടുന്ന സ്വഭാവം ഇസ്ലാമിന്റെ സന്താനങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കുണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് പരിശുദ്ധ ഇസ്ലാമിന് അപകീർത്തിയുണ്ടാക്കും. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചീത്തപ്പേരുണ്ടാകും. പുറം ലോകം ഇസ്ലാമിനെ കാണുന്നത് നിങ്ങളിലൂടെയാണെന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ചെയ്തികളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയനുസരിച്ചുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് മറക്കാതിരിക്കുക. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ തുടർന്ന് ഇപ്രകാരം പ്രഖ്യാപിച്ചു: ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ തീർച്ചയായും കണ്ടുമുട്ടും. നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതുമാണ്. ഇസ്ലാം പ്രഖ്യാപനം ചെയ്യുന്ന മതവിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് ഈ വാക്കുകളിൽ ഓർമ്മിപ്പിച്ചത്. മനുഷ്യൻ ലോകജീവിതത്തോടെ അവസാനിക്കുന്നില്ല. മരണാനന്തരം ഇന്ന് ഭാവനയിൽ കാണാൻ കഴിയാത്ത ഒരു ജീവിതം അവന് കരഗതമാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞത്. മരണാനന്തരം ഉണ്ടാകുന്ന ആ ജീവിതം ഇവിടുത്തെ ജീവിതത്തിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ ഈ ലോകത്തെ ജീവിതകാലം എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്ന് കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ജീവിതമാണ് പരലോകത്തിലേത്. നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യലിന് വിധേയരാകും. നിങ്ങളുടെ ഓരോ ചെയ്തികളും വിശകലനം ചെയ്യപ്പെടും. ഈ ചോദ്യം ചെയ്യലും കണക്കെടുക്കലും ഓരോരുത്തരും വ്യക്തിപരമായി നേരിടേണ്ടി വരുമെന്നും ഞങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടു എന്നോ പ്രകോപിപ്പിക്കപ്പെട്ടു എന്നോ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്നും പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നു. ഞങ്ങൾ മതകർമ്മങ്ങളെന്ന ധാരണയിൽ മതവിരുദ്ധ കൃത്യങ്ങൾ ചെയ്തു പോയത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഉപദേശപ്രകാരമാണ്. ഞങ്ങളെ വഴിതെറ്റിച്ചത് ഞങ്ങളുടെ നേതാക്കളായി വന്നവരാണ്. ഞങ്ങൾക്കുള്ള ശിക്ഷ അവർക്കാണ് നൽകേണ്ടത്. അവരെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നവർ പരലോക വിചാരണയിൽ ഉണ്ടാകുമെന്നും. എന്നാൽ നിങ്ങൾ എന്തിനാണ് മുൻപിൻ നോക്കാതെ നേതാക്കളുടെ പിന്നാലെ പോയത്?
അവർ നിങ്ങളെ സത്യത്തിലേക്കാണോ സന്മാർഗത്തിലേക്കാണോ നയിക്കുന്നതെന്ന് പരിശോധിക്കാതെ ചാടിപ്പുറപ്പെട്ടതെന്തിനെ? നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നില്ലേ? എന്റെ സന്ദേശവാഹകർ മുഖേന നേർവഴി കാണിച്ചു തന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും മറുപടിയുണ്ടാകുമെന്നും നിങ്ങളുടെ ചെയ്തികൾക്കുള്ള ശിക്ഷ നിങ്ങളും നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഫലം അവരും അനുഭവിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നു. ഈ മഹത്തായ ഉപദേശം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ തീർച്ചയായും കണ്ടുമുട്ടും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത്. ആ പുണ്യാത്മാവ് തന്റെ പ്രഭാഷണം ഇപ്രകാരം തുടർന്നു: അമാനത്ത് സൂക്ഷിക്കുന്നവർ അതിന്റെ അവകാശികൾക്ക് കൃത്യമായി അത് തിരിച്ചു കൊടുക്കട്ടെ. സാമൂഹ്യ ജീവിതത്തിൽ വ്യക്തികൾ പരസ്പരം വിശ്വസിച്ചേൽപ്പിക്കുന്നവയെയാണ് അമാനത്തുകൾ എന്ന് പറയുന്നത്. അമാനത്ത് മുതലുകൾ അവയുടെ അവകാശികൾക്ക് തിരിച്ചു നൽകണം. അതിലൊരു വഞ്ചനയും കാണിക്കരുത്. ഏതെല്ലാം ഉപാധികളോടെയാണോ പരസ്പരം സമ്മതിച്ചത് അവ പൂർത്തിയാക്കണം. ഇത് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്ന ഭരണത്തലവൻ മുതൽ താഴേക്കിടയിലെ സാധാരണ വ്യക്തി വരെ പാലിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഭരണം അതിനേർപ്പെടുത്തിയ ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്താണ്. എന്താണോ ആ അമാനത്ത് മുഖേന ഭരണം കൈയാളുന്നവർ നിർവഹിക്കേണ്ടത് അത് കൃത്യമായി അതേൽപ്പിച്ച ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഭംഗം വരാതെ നിറവേറ്റണം. ഒരു സംഘടനയുടെ നേതൃസ്ഥാനം ആ സംഘടനയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്താണ്. ആ അമാനത്ത് സംഘടനയുടെ അംഗങ്ങൾക്ക് അപകടം വരുത്താത്ത വിധം, അവർക്ക് ആത്മീയവും ഭൗതികവുമായി ദോഷം വരാത്ത വിധം കാത്തു സൂക്ഷിക്കണം. തന്നെ വിശ്വസിച്ച അനുയായികളെ വഞ്ചിക്കുന്നവനായി മാറരുത്. അമാനത്തുകൾ കാത്തു സൂക്ഷിക്കാനുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം അതീവ ഗൗരവമേറിയതാണ്, വിപുലമായ വിശദീകരണം അർഹിക്കുന്നതാണ്. അമാനത്തിന്റെ ഗൗരവം ഓർമ്മിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ജനങ്ങളെ, നിങ്ങൾ ഒരു അനീതിയും പ്രവർത്തിക്കരുത്. അനീതിക്ക് നിങ്ങൾ വിധേയരാകാതിരിക്കുകയും ചെയ്യുക. നീതി നിലനിൽക്കണം, അനീതി ഇല്ലാതാകണം. ഇതാണ് പ്രവാചക വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്ലാം നീതിയുടെ മതമാണ്. അനീതിക്കതിൽ സ്ഥാനമില്ല. നീതിബോധം മനുഷ്യന് ധാർമ്മിക ഗുണങ്ങളുടെ അടിത്തറയാണ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നീതിപൂർവമാണോ എന്ന് വീണ്ടും വിചാരം ചെയ്ത് പരിശോധിച്ചുറപ്പുവരുത്തേണ്ടതുണ്ട്. അനീതിയുടെ ചെറിയ കലർപ്പ് പോലും തന്റെ അനുയായികളിൽ ഉണ്ടാകരുതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. നീതിബോധമുള്ള സമുദായം മാത്രമേ പുരോഗതി പ്രാപിക്കുകയുള്ളൂ. നീതി വിട്ട് പെരുമാറുന്നവൻ ധാർമ്മികമായി താഴേക്ക് പോകും, അധപ്പതനത്തിലേക്ക് ആഴ്ന്നു പോകും. നീതിമാന്മാരാകട്ടെ ധാർമ്മികതയുടെ ഉന്നതങ്ങൾ പ്രാപിക്കും. ഇക്കാര്യം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അല്ലാഹു പറയുന്നു: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ. തീർച്ചയായും അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു, തുടർന്ന് നന്മ കൊണ്ടും വീണ്ടും ഉറ്റ ബന്ധുക്കൾക്ക് നൽകുന്നത് പോലെ നൽകാനും കൽപ്പിക്കുന്നു. ഇവിടെ ആദ്യപടിയായി നീതിയെ പറഞ്ഞു. അദ്ല് അഥവാ നീതി. നിങ്ങളെ ഒരാൾ സഹായിച്ചാൽ അതേ അളവിൽ പകരം അയാളെയും സഹായിക്കുക. ഇതിനാണ് നീതി എന്ന് പറയുന്നത്. ഈ അദ്ല് നിങ്ങൾ വശമാക്കിയാൽ, ശീലമാക്കി മാറ്റിയാൽ അത് ഇഹ്സാനിലേക്ക് പുരോഗമിക്കും. നിങ്ങളെ സഹായിച്ചതിന് തുല്യമായിട്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി സഹായിച്ചുകൊണ്ട് നിങ്ങളിലുള്ള നന്മ പ്രകടമാക്കലാണ് ഇഹ്സാൻ. ഈ നിലവിട്ട് വീണ്ടും നിങ്ങളുടെ ധാർമ്മിക നിലവാരം ഉയർത്താൻ കഴിയും. അതാണ് ഈതാഇ ദിൽ ഖുർബാ. ഉറ്റ ബന്ധുക്കൾക്ക് നൽകുന്നത് പോലുള്ള അവസ്ഥ തിരിച്ചു കിട്ടുമെന്ന ഉദ്ദേശത്തിലല്ല, ഏതെങ്കിലും ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ടുമല്ല. ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ നിഷ്കാമമായ സഹായം നിങ്ങളിൽ നിന്നുണ്ടാകുന്നു.
ധാർമ്മികതയുടെ ഉന്നതിയിലേക്ക് ഉയരുന്ന ഈ അവസ്ഥയിലുള്ള സമൂഹത്തെ വാർത്തെടുക്കാനാണ് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. ഈ ഔന്നത്യത്തിന്റെ അടിത്തറ നീതിയായതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു, നിങ്ങൾ ഒരനീതിയും പ്രവർത്തിക്കരുത്. തുടർന്ന് ആ ലോകാനുഗ്രഹി പറയുന്നു, ജനങ്ങളെ, പലിശ അള്ളാഹു നിരോധിച്ചു. മേലിൽ നിങ്ങൾ പലിശ വാങ്ങരുത്. എല്ലാ പലിശ ഇടപാടുകളും ഇന്നേ ദിവസം ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. ആദ്യമായി എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് ലഭിക്കേണ്ട പലിശ ഞാൻ ഇതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ ചൂഷണത്തിന്റെ മൂലകാരണത്തെയാണ് ഇവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്മൂലനം ചെയ്യുന്നത്. തന്റെ സഹോദരന്റെ ബുദ്ധിമുട്ടിനെയും കഷ്ടപ്പാടിനെയും ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് പലിശ. ഏതാനും ചിലരുടെ കൈകളിൽ ധനം കുമിഞ്ഞുകൂടുകയും മറ്റുള്ളവരുടെ നേരെ ഔദാര്യ പ്രകടനത്തിനുള്ള അവസരം പോലും നഷ്ടമായി തീരുകയും ചെയ്യുന്ന റിബ എന്ന പലിശയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റദ്ദാക്കിയത്. തന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസിന്റെ പണമിടപാടിൽ നിശ്ചയിക്കപ്പെട്ട പലിശ ഇനി തിരിച്ചു കൊടുക്കേണ്ടതില്ലെന്നും മുതൽ മാത്രം മടക്കി കൊടുത്താൽ മതിയെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ സമൂഹത്തിൽ ആ ചൂഷണം പ്രവാചകവര്യൻ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ ഈ സാമ്പത്തിക നിഷ്ഠ കണ്ട് അത്ഭുതപ്പെട്ട ആചാര്യ വിനോബ ഭാവെ ഒരിക്കൽ പറയുകയുണ്ടായി, ഇസ്ലാം മതം നടപ്പിലാക്കുന്ന സാഹോദര്യം 100% ആത്മാർത്ഥതയുള്ളതും കളങ്കമില്ലാത്തതും, മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണെന്ന് ആ മതം പഠിപ്പിക്കുകയും പരസ്പര ചൂഷണം ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അത് അടക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാം പലിശയെ അനുവദനീയമാക്കിയിരുന്നുവെങ്കിൽ പിന്നെ സാഹോദര്യത്തെക്കുറിച്ച് പറയാൻ അതിന് അവകാശമുണ്ടാകുമായിരുന്നില്ല. വിനോബാജിയുടെ അഭിപ്രായത്തോട് ആധുനിക ചിന്തകന്മാർ ഇപ്പോൾ യോജിപ്പ് പ്രകടിപ്പിച്ചു വരികയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫായിൽ ചെയ്ത ആ പ്രസിദ്ധ പ്രസംഗം ഇപ്രകാരം തുടർന്നു: ജനങ്ങളെ, നിങ്ങൾ പരസ്പരം കഴുത്തറുക്കരുത്, പ്രതികാരവാഞ്ചയുമായി കൊലവിളി നടത്തരുത്. അജ്ഞാതകാലത്ത് നടന്ന എല്ലാ കൊലപാതകങ്ങളുടെയും പ്രതികാര നടപടികൾ ഇതാ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി എന്റെ കുടുംബത്തിൽപ്പെട്ട റബീഅത്ത് ബിൻ ഹാരിസിനെ, അബ്ദുൽ മുത്തലിബിന്റെ മകനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാര നടപടികൾ ഞാനിതാ റദ്ദാക്കിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഉപദേശമാണ്. നിങ്ങൾ പരസ്പരം കഴുത്തറുക്കരുത്, പ്രതികാരത്തിന് വേണ്ടി കൂപ്പുകൂട്ടരുത്. പ്രതികാരത്തിന് പ്രേരിപ്പിക്കുന്ന കാലമാണല്ലോ ഇത്. ചരിത്ര സംഭവങ്ങൾ വളച്ചൊടിച്ചു ദുർവ്യാഖ്യാനം ചെയ്തു സാധാരണക്കാരിൽ പ്രതികാര വാഞ്ച വളർത്തിക്കൊണ്ടുവരുന്ന ചില രാക്ഷസ മനസ്കർ തന്നെ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ. ഒരു വിഭാഗത്തെ പ്രത്യേകം സംഘടിപ്പിച്ച് സ്ഥിരമായി മറുപക്ഷത്തോട് വൈരാഗ്യം കുത്തിവെക്കുന്ന ക്രൂരമായ പ്രതികാര സംസ്കാരം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ബാബറിന്റെ പേരിലായാലും ടിപ്പു സുൽത്താന്റെ പേരിലായാലും ഏത് വിഷയം കിട്ടിയാലും വിദ്വേഷം വളർത്തുന്ന ഒരു ശൈലി കുറെ കാലമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികാരത്തിന്റെ തീപ്പൊരി ഊതി ഊതി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളുടെ കൈകളിലേക്ക് ഇന്ന് സാധാരണക്കാർ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. സംസ്കാരത്തിന്റെ പേരിലും വർഗമേന്മയുടെ പേരിലും ദേശീയതയുടെ പേരിലും പകയും വിദ്വേഷവും വർദ്ധിപ്പിക്കുക എന്ന ക്രൂരതയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. വിദ്വേഷം വളർത്തിയെടുക്കാൻ ചരിത്രം രചിക്കുന്നവർ, ഗവേഷണം നടത്തുന്നവർ, ക്ലാസ് സംഘടിപ്പിക്കുന്നവർ, പ്രകടനം ഒരുക്കുന്നവർ എല്ലാവരും ഒറ്റ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പകരം വീട്ടുക, പ്രതികാരത്തിന്റെ അഗ്നി ആളിക്കത്തിക്കുക, എല്ലാം സംഹരിക്കുക. മനുഷ്യനിലെ മൃഗീയതക്ക് ഉത്തേജനം നൽകുന്ന ഈ പൈശാചികതയുടെ വക്താക്കളോട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വിദൂരത്തിലുള്ള മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു: ജനങ്ങളെ, നിങ്ങൾ പരസ്പരം കഴുത്തറുക്കരുതേ, പ്രതികാരത്തിന്റെ പേരും പറഞ്ഞ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കരുതേ എന്ന്. ആ പുണ്യാത്മാവ് തുടരുന്നു: ജനങ്ങളെ, നിങ്ങൾ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിൽ കഴിയുക.
ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും കടപ്പാടുകളുണ്ട്. ഭാര്യ തന്റെ ഭർത്താവിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടവളാണ്. ചാരിത്രം കളങ്കപ്പെടുത്താതെ നോക്കേണ്ടവളാണ്. ഭർത്താവാകട്ടെ തന്റെ നിലവാരമനുസരിച്ച് ഭാര്യയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അവൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിട സൗകര്യങ്ങളും അയാൾ ഏർപ്പെടുത്തി കൊടുക്കണം. ഭാര്യമാർ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണെന്ന കാര്യം പുരുഷന്മാർ മറക്കരുത്. സംതൃപ്തമായ കുടുംബ ബന്ധം സൃഷ്ടിക്കാനുള്ള സാരോപദേശമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിന് നൽകുന്നത്. സ്ത്രീയെയും പുരുഷനെയും തങ്ങളുടെ കടമകളെ കുറിച്ച് ആ മഹാത്മാവ് ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം തുടർന്നു: നിങ്ങളിൽ ഞാൻ 2 കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് വിടവാങ്ങുന്നത്. അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയം വരിക്കും, നിങ്ങൾ വഴിപിഴയ്ക്കുകയേയില്ല. ആ 2 കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, മറ്റൊന്ന് അവന്റെ സന്ദേശവാഹകന്റെ ജീവിതചര്യയുമാണ്. തന്റെ അനുയായികൾ വഴിതെറ്റാതെ ജീവിത വിജയം വരിച്ചു പോകാനുള്ള ഉപാധികളാണ് ഇവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആനും അവന്റെ സന്ദേശവാഹകനായ തന്റെ ജീവിതചര്യയും മുറുകെ പിടിച്ചാൽ മാത്രമേ വിജയത്തിന്റെ പാതയിലെത്താൻ കഴിയുകയുള്ളൂ, വഴിപിഴക്കാതെ നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിം ലോകം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഉപദേശമാണ്. മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പും പുരോഗതിയും ഈ ഉപദേശത്തിൽ ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. ഈ ഉപദേശം ചെവിക്കൊള്ളാതെ പോയതാണ് മുസ്ലിങ്ങൾക്ക് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ പിന്നോക്കം പോകാൻ കാരണമായി തീർന്നു. അവരിൽ ഇസ്ലാമിന്റെ ലക്ഷണങ്ങളോ ഉത്തമ സമുദായത്തിന്റെ ചിഹ്നങ്ങളോ കാണാതായതും പരിശുദ്ധ ഖുർആനും നബിചര്യയും അവഗണിച്ചതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു, അതിലെ ഉള്ളടക്കം എന്ത്, അത് നൽകുന്ന ജീവിത പദ്ധതി എന്ത്, അതിലെ സാരോപദേശം എന്ത്, ഇതൊന്നും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അറിഞ്ഞുകൂടാ. മുസ്ലിം സമുദായത്തെ നയിക്കുന്ന പണ്ഡിതന്മാരിൽ തന്നെ നല്ലൊരു ശതമാനത്തിനും ഇതറിഞ്ഞുകൂടാ. ഖുർആനെ ഈ സമുദായം കൈവിട്ടു കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെയും ഈ സമുദായം തിരിച്ചറിയാതെ വന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആനും നബിയുടെ ജീവചര്യയും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന വസിയ്യത്തിൽ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്തു: അൽ ഇസ്സത്തു ലില്ലാഹി വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന്. ഇസ്സത്ത് അല്ലാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. പ്രതാപവും ഐശ്വര്യവും ഗാംഭീര്യവും എല്ലാം ചേർന്ന മഹോന്നത അവസ്ഥക്കാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. ഇത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യും. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു: വക്കാന ഹഖ്ഖുൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് എന്റെ ബാധ്യതയാണ് എന്ന്. എന്നാൽ ഇന്ന് നാം മുസ്ലിം സമുദായത്തെ കാണുന്നത് ഇസ്സത്ത് നഷ്ടപ്പെട്ട സമുദായമായിട്ടാണ്. പ്രതാപവും ഐശ്വര്യവും ഗാംഭീര്യവും അവരിൽ പ്രകടമല്ല. ഇവയുടെ വിപരീത പദങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. അതുപോലെ അള്ളാഹുവിന്റെ സഹായവും അവരെ തേടിയെത്തുന്നില്ല. അവർ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്നും ദൂരെ പോയതുപോലെ അനുഭവപ്പെടുന്നു. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ റസൂലിന്റെ ചര്യയും മുറുകെ പിടിക്കുക എന്ന ഉപദേശം മറന്നുകളഞ്ഞതാണ് കാരണം. ആ നിർദ്ദേശം സ്വീകരിച്ച് കിതാബിലേക്കും സുന്നത്തിലേക്കും, അതായത് നബിചര്യയിലേക്കും മടങ്ങുക മാത്രമാണ് മുസ്ലിമീങ്ങളുടെ പുരോഗതിക്കുള്ള ഒരേ ഒരു വഴി. തുടർന്ന് ആ പുണ്യാത്മാവ് ഇപ്രകാരം പറഞ്ഞു: ജനങ്ങളെ, നിങ്ങളുടെ ആശ്രിതരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ കീഴിലുള്ളവർക്ക് നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലുള്ള ഭക്ഷണവും നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രവും ലഭ്യമാകാൻ ഏർപ്പാട് ചെയ്യുക. മനുഷ്യസ്നേഹിയായ പ്രവാചകന്റെ ഉപദേശം നോക്കൂ. ആ മഹാപുരുഷൻ തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നത് കാണുക. അവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന അവരുടെ കീഴിലുള്ളവരോട് സ്വന്തം കുടുംബാംഗത്തോടെന്ന പോലെ സംരക്ഷണം ഏറ്റെടുക്കാനാണ് ആ ജഗദ്ഗുരു കൽപ്പിക്കുന്നത്. ലോകത്തോട് യാത്ര പറഞ്ഞു പിരിയാൻ പോകുന്ന സന്ദർഭത്തിലും അദ്ദേഹം ഓർമ്മ വെച്ച് പറഞ്ഞു കൊടുത്ത ഈ കാര്യം ആരെയാണ് വിസ്മയിപ്പിക്കാതിരിക്കുക. ആ മഹാത്മാവ് തന്റെ പ്രസംഗം തുടർന്നു. ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഏകനാകുന്നു. നിങ്ങളെല്ലാവരും ഒരേ പിതാവിൽ നിന്നുള്ളവരാകുന്നു. അറബിക്ക് അനറബിയേക്കാളും അനറബിക്ക് അറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. ആർക്കെങ്കിലും ശ്രേഷ്ഠത അവകാശപ്പെടാമെങ്കിൽ അത് സൂക്ഷ്മതയോടെ ജീവിതം നയിച്ചവർക്ക് മാത്രമാണ്. അവരാണ് അല്ലാഹുവിങ്കൽ ബഹുമാന്യർ. മനുഷ്യർ ഒറ്റ കുടുംബം, അവർ തമ്മിൽ അന്യതയില്ലാത്ത ബന്ധം. രാഷ്ട്രങ്ങളുടെ അതിരുകളോ കാലാവസ്ഥയുടെ മാറ്റങ്ങളോ വർണ്ണത്തിന്റെ വൈരുദ്ധ്യമോ അവരെ തമ്മിൽ അകറ്റാൻ പാടില്ല. ഇതാണ് ഈ വാക്കുകളിലൂടെ പ്രവാചക ശ്രേഷ്ഠൻ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്ത് ഒരു മതത്തിനും നടപ്പിലാക്കാൻ കഴിയാത്ത സുദൃഢമായ സാഹോദര്യ ബന്ധമാണ് മനുഷ്യർക്കിടയിൽ ഇസ്ലാം നടപ്പിലാക്കുന്നത്. ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളിലും ഈ സാഹോദര്യം ഉറപ്പിച്ചു നിർത്തുന്നത് കാണാൻ സാധിക്കും. 5 നേരങ്ങളിൽ മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥന അത് തോളോട് തോൾ ചേർന്ന് നിന്നാണ് നിർവഹിക്കപ്പെടുന്നത്. ചക്രവർത്തിയും ഭിക്ഷക്കാരനും ഒരേ അണിയിൽ നിരന്നു നിൽക്കുന്നു. കുബേരനും കുചേലനും തോളോട് തോൾ ഉരുമ്മി നിൽക്കുന്നു. ആർക്കും ആരേക്കാളും പ്രത്യേക സ്ഥാനമില്ല. ആരെയും ആരേക്കാളും താഴ്ത്തിക്കാണുന്നുമില്ല. എല്ലാവരും സമന്മാർ, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. ഇസ്ലാം നടപ്പിലാക്കിയ ഈ അതുല്യ സാഹോദര്യ ബന്ധം കണ്ട് വിസ്മയം കൊള്ളുകയും വികാരഭരിതനാകുകയും ചെയ്ത ഒരു സന്യാസി പ്രമുഖനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഭാരതീയ നവോത്ഥാനത്തിന്റെ പ്രമുഖ നായകനായ സ്വാമി വിവേകാനന്ദൻ. സ്വതന്ത്രനാകുക എന്നതാണ് മതസർവസ്വവും എന്ന് വിശ്വസിച്ച് അക്കാര്യം അമേരിക്കൻ ഐക്യനാടുകളിൽ ചെന്ന് ഉജ്ജ്വല ഭാഷയിൽ വെള്ളക്കാരോട് പ്രസംഗിച്ച സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ തന്നെ. വിവേകാനന്ദ സ്വാമികൾ 1900 ഫെബ്രുവരി മാസം 3-ാം തീയതി അമേരിക്കയിലെ സ്വർണ സംസ്ഥാനം എന്നറിയപ്പെടുന്ന കാലിഫോർണിയയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിലെ സമത്വത്തെക്കുറിച്ച് വാചാലനായി. ആ സന്യാസിവര്യൻ യാഥാർത്ഥ്യബോധത്തോടെ അമേരിക്കക്കാരെയും ഭാരതീയരെയും ഇസ്ലാമിന്റെ സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ച് ബോധവൽക്കരണം നടത്തി. കാലിഫോർണിയയിൽ പാസമേനിയയിലെ ഷേക്സ്പിയർ ക്ലബിൽ തടിച്ചുകൂടിയ ശ്രോതാക്കളെ നോക്കി അമൃതഭാഷണക്കാരനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, സമത്വത്തിന്റെ സന്ദേശവാഹകനായ മുഹമ്മദ് നബി അതാ വരുന്നു. നിങ്ങൾ ചോദിക്കുമായിരിക്കും, അദ്ദേഹത്തിന്റെ മതത്തിൽ എന്ത് നന്മയാണുള്ളത് എന്ന്. ഞാൻ പറയട്ടെ, നന്മയില്ലായിരുന്നുവെങ്കിൽ അതെങ്ങനെ നിലനിൽക്കും? നല്ലതേ പുലരുകയുള്ളൂ, അത് നല്ലത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അസന്മാർഗികതയുടെ ജീവിതം എത്ര കാലത്തേക്കുണ്ട്? പവിത്രമായ ചരിത്രത്തിന്റെ ജീവിതമാകട്ടെ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. പവിത്രത ബലമാണ്, നന്മ ഉറപ്പാണ്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നല്ലതൊന്നുമില്ലായിരുന്നെങ്കിൽ അതെങ്ങനെ നിലനിന്നു പോരും? ആ മതത്തിൽ നന്മ ധാരാളമുണ്ട്. സമത്വത്തിന്റെ, മാനവ സാഹോദര്യത്തിന്റെ, സർവ മുസ്ലിം സാഹോദര്യത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി. സ്വാമി ആവേശഭരിതനായിക്കൊണ്ട് തുടർന്നു. മുഹമ്മദ് നബി സ്വജീവിതത്തിലൂടെ മുസ്ലിങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ സമത്വവും സാഹോദര്യവും ഉണ്ടാകണമെന്ന് കാണിച്ചു കൊടുത്തു. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ വ്യത്യാസങ്ങളുടെ പ്രശ്നം മുഹമ്മദ് നബിയുടെ മതത്തിലില്ല. തുർക്കി സുൽത്താൻ ആഫ്രിക്ക ചന്തയിൽ നിന്നൊരു കാപ്പിരിയെ വിലക്ക് വാങ്ങി തുർക്കിയിൽ കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. എന്നാൽ അയാൾ ഒരു മുസൽമാനായാൽ വേണ്ടത്ര അർഹതയും കഴിവുമുണ്ടെങ്കിൽ ഒരുപക്ഷെ സുൽത്താന്റെ പുത്രിയെ വിവാഹം ചെയ്തെന്ന് വരാം.
ഈ നാട്ടിൽ ആഫ്രിക്കക്കാരോടും റെഡ് ഇന്ത്യക്കാരോടും പെരുമാറുന്ന രീതിയുമായി നിങ്ങൾ ഇതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. തുടർന്ന് സ്വാമി അവർകൾ ചോദിച്ചു, ഇനി ഹിന്ദുക്കൾ എന്താണ് ചെയ്യുന്നത്? പാതിരിമാരാരെങ്കിലും ഒരു സനാതന ഹിന്ദുവിന്റെ ആഹാര പദാർത്ഥം ഒന്ന് തൊട്ടുപോയാൽ അതെല്ലാം അയാൾ വലിച്ചെറിയുകയില്ലേ? നമുക്ക് ഉത്കൃഷ്ടമായ തത്വചിന്തകളെല്ലാം ഉണ്ടായിട്ടും കാര്യത്തോടെടുക്കുമ്പോൾ നമ്മുടെ കഴിവുകേട് പ്രകടമാകുന്നു. മറ്റു വർഗക്കാരെ അപേക്ഷിച്ച് മുസൽമാന്റെ മഹത്വം നിങ്ങൾ ആ കാര്യത്തിൽ കാണാം. സമത്വത്തിൽ കൂടി അത് പ്രകടമാകുന്നു. വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത സമ്പൂർണ്ണ സമത്വം. വെള്ളക്കാരോടെന്ന പോലെ ഭാരതീയരോടും കൂടി ആ സന്യാസിവര്യൻ ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഓരോരുത്തരും പഴയ വേദഗ്രന്ഥങ്ങളുടെയെല്ലാം സമാഹാരമായ ഈ നൂതനമായ സത്യവേദത്തിന്റെ, അതായത് ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായി മാറുക. നിങ്ങൾ അപ്രകാരമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ഈ ആഗ്രഹം വെള്ളക്കാർ പോകട്ടെ, ഭാരതീയരെങ്കിലും വിലമതിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഭാരതീയർ സ്വാമി വിവേകാനന്ദന്റെ ഉപദേശം വിലമതിക്കുന്നില്ല എന്നതും പോകട്ടെ, ആ സന്യാസിവര്യൻ സ്നേഹിച്ച ഇസ്ലാമിക സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ ഈ നാട് ഇപ്പോൾ അപവദിക്കുന്നു എന്നതാണ് ദുഃഖകരമായിട്ട്. അതും അദ്ദേഹത്തിൻ്റെതുപോലെ സന്യാസി വേഷം കെട്ടിയവർ തന്നെ ചെയ്യുന്നു എന്നത് ഏറെ സങ്കടകരമാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ കർസേവ നടന്നപ്പോൾ ഒരു സന്യാസി ചെയ്ത പ്രസംഗം വായിച്ചപ്പോഴാണ് ദുഃഖവും സങ്കടവും തോന്നിയത്. BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും RSSന്റെയും പ്രമുഖ നേതാക്കൾ സംബന്ധിച്ച വേദിയിൽ സാധ്വി ഇർദാംബ എന്ന സന്യാസി വാചാലമായി പ്രസംഗിച്ചു. ആഗസ്റ്റ് 6-ാം തീയതി പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേ എന്ന വാർത്താവാരിക ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വാചാലതക്ക് കേൾവി കേട്ട സാധ്വി ഇർദാംബര പ്രസംഗപീഠത്തിൽ നിന്ന് തീപ്പൊരി ഉതിർക്കുകയുണ്ടായി. സ്വയം സന്തോഷത്തോടെ ജീവിക്കുകയോ മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യ സമൂഹത്തെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് മുഹമ്മദ് സൃഷ്ടിച്ചു. ഇർദാംബര സ്വാമിയുടെ പ്രസംഗം ഇപ്രകാരമായി. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരിൽ LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും അശോക് സിംഗാളും ഉണ്ടായിരുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവർക്ക് ആർഷഭാരതത്തിന്റെ മഹാനായ പുത്രൻ സ്വാമി വിവേകാനന്ദൻ മാപ്പ് കൊടുക്കുമോ എന്നറിയാതെ ഞാൻ ചോദിച്ചുപോയി. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമായ ഇസ്ലാമിന്റെ പ്രവാചകന്മാരാകാൻ ലോക ജനതയെ ഉപദേശിച്ച സ്വാമി വിവേകാനന്ദനെവിടെ? ഇസ്ലാം മത പ്രവാചകനെ അസംതൃപ്തരുടെ നേതാവായി കാണുന്ന അഭിനവ സന്യാസിമാരെവിടെ? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുന്നു. നല്ലതിനെ കരുത്തുണ്ടാകൂ, പവിത്രമായതേ നിലനിൽക്കും. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ പവിത്രതയുണ്ട്, അത് നിലനിൽക്കും. ആ വാക്കുകൾക്ക് നന്മയുണ്ട്, അതിന് കരുത്തുണ്ടാകും. സാധ്വി ഇർദാംബരയുടെ വാക്കുകളാകട്ടെ അശുദ്ധവും തീയതുമാണ്, അത് നിലനിൽക്കില്ല, അതിന് കരുത്തും ഉണ്ടാകുകയില്ല. സാന്ദർഭികമായി പറയട്ടെ, ഇത്തരം കരുത്തില്ലാത്ത, നിലനിൽപ്പില്ലാത്ത, പവിത്രമല്ലാത്ത, നന്മയുടെ അംശമില്ലാത്ത പൊയ്വാക്കുകൾ കേട്ട് ചിലപ്പോഴെല്ലാം മുസ്ലിങ്ങൾ സമനില തെറ്റി സംസാരിക്കാറുണ്ട്, അടക്കാനാകാത്ത അമർഷം പ്രകടമാക്കാറുണ്ട്. അത്തരം വൈകാരിക സംഘർഷം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത്തരം പ്രകോപന വാക്കുകൾ നേതാക്കൾ എന്ന് ഭാവിക്കുന്ന പലരും വിസർജിക്കുന്നത്. അതിനെ പ്രതികരിക്കേണ്ടത് വികാരവിക്ഷോഭം കൊണ്ടല്ല. തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കാനാണ് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. ആ പവിത്ര ഗ്രന്ഥം പറയുന്നു, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കാന്നഹു വലിയുൻ ഹമീം. നല്ലതും ചീത്തയും സമമാകുകയില്ല.
ആയതിനാൽ ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ ചീത്തയെ തടയുക. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നീ പ്രതിരോധിക്കുമ്പോൾ നീയുമായി ശത്രുതയിൽ കഴിയുന്നവർ പെട്ടെന്ന് ആത്മമിത്രമെന്ന പോലായിത്തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഉഹദ് യുദ്ധക്കളത്തിൽ വെച്ച് ലഭിച്ച വെളിപാടാണ് ഈ ആയത്ത്. യുദ്ധക്കളത്തിൽ ശത്രുക്കൾ തന്റെ ആത്മമിത്രങ്ങളെയും ഉറ്റബന്ധുക്കളെയും അരിഞ്ഞിട്ട് മൃതദേഹങ്ങൾ വികൃതമാക്കിയിട്ടിരിക്കുന്നത് കണ്ട് മനം നൊന്ത സന്ദർഭം. തന്റെ പിതൃവ്യനായ ഹംസയുടെ നെഞ്ചു വിളർന്ന് കരൾ പുറത്തെടുത്തിട്ടിരിക്കുന്നു. സുബൈറിന്റെ കുടൽമാല വലിച്ചു നീട്ടിയിട്ടിരിക്കുന്നു. സഹപ്രവർത്തകർ പലരുടെയും മൂക്കും ചെവിയും അരിഞ്ഞെടുത്തിട്ടിരിക്കുന്നു. ഈ ഭീകര കാഴ്ച കണ്ട് നബി തിരുമേനിയും കൂടെയുള്ള ശിഷ്യന്മാരും അറിയാതെ പറഞ്ഞുപോയി, ഇതിന് പകരം വീട്ടണം, ശത്രുക്കളെ ഇതേപോലെ കഷ്ടമാക്കണം. ഈ പ്രതികാര ചിന്ത മനസ്സിലുദിച്ചപ്പോഴാണ് അള്ളാഹു അറിയിച്ചത്, പാടില്ല, നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലതുകൊണ്ട് ചീത്തയെ പ്രതിരോധിക്കുക. പരിശുദ്ധ ഖുർആന്റെ ഈ ഉപദേശം, തിന്മയെ നന്മ കൊണ്ട് നേരിടാനുള്ള ഈ ഉപദേശം മുസ്ലിങ്ങൾ കൈക്കൊള്ളാൻ ഇനിയും താമസിപ്പിച്ചുകൂടാ. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും സുരക്ഷിതത്വം പരിശുദ്ധ ഖുർആന്റെ ഈ സാരോപദേശം ഒന്നു മാത്രമാണ്. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള സന്യാസ ശ്രേഷ്ഠന്മാരെ വിസ്മയിപ്പിച്ച മനുഷ്യ സാഹോദര്യത്തിന്റെ സന്ദേശം പ്രഖ്യാപനം ചെയ്ത ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചത്, എല്ലാ മനുഷ്യരും തുല്യരാണ്. ഭാഷ കൊണ്ടോ വർണ്ണം കൊണ്ടോ വംശം കൊണ്ടോ ആരും ശ്രേഷ്ഠരാകുകയില്ല. ശ്രേഷ്ഠത ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കൽ കൊണ്ട് മാത്രം കരഗതമാകുന്ന ഒന്നാണ്. തന്റെ പ്രസിദ്ധമായ ആ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ലോകാനുഗ്രഹിയായ പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ, ഈ സന്ദേശം ഇപ്പോൾ ഹാജരുള്ള നിങ്ങൾ ഇവിടെ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ലോകത്തിന്റെ അറ്റങ്ങളോളം ഇത് പ്രചരിപ്പിക്കണം. വരും തലമുറകൾ ഈ ഉപദേശങ്ങളിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ടേക്കാം. ഇത് കേട്ടിരുന്ന നിങ്ങളെക്കാൾ കേൾക്കാത്ത സമൂഹത്തിന് കൂടുതൽ ഫലം ലഭ്യമായെന്ന് വന്നേക്കാം. പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവ് ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി വിനയാന്വിതനായി പറഞ്ഞു, ലോകാലോകങ്ങളുടെ നാഥ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാനിതാ നിറവേറ്റിയിരിക്കുന്നു. ഈ ജനസമൂഹം അതിന് സാക്ഷിയാണ്. അറഫാ മൈതാനം ഈ വാക്കുകൾ കേട്ട് ഇളകി പൊതിഞ്ഞു. ആ വിശ്വാസികൾ വിളിച്ചു പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ സാക്ഷിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്തു മതസ്ഥരും ബന്ധുക്കൾ, ഒറ്റ കുടുംബജാതർ, സിഖുകൾ, പാർസികൾ, ജൂതരും ജൈനരും അക്കുടുംബാംഗങ്ങൾ തന്നെ നൂനം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്തു മതസ്ഥരും ബന്ധുക്കൾ, ഒറ്റ കുടുംബജാതർ, സിഖുകൾ, പാർസികൾ, ജൂതരും ജൈനരും അക്കുടുംബാംഗങ്ങൾ തന്നെ നൂനം. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ, ശ്രീയേശു, ശ്രീവർദ്ധമാനൻ, സ്വരാഷ്ട്രദേവൻ. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ, ശ്രീയേശു, ശ്രീവർദ്ധമാനൻ, സ്വരാഷ്ട്രദേവൻ. നോഹയും മോശയും ദാവീദും സോളമൻ, യോഹന്നാൻ, സ്നാപകൻ, കൺഫ്യൂഷ്യസും, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളും, വാഗ്ദത്ത ദൂതൻ മസീഹുതാനും,
പാവന പാഠങ്ങൾ മാനവർക്കേകുവാൻ ദൈവം നിയോഗിച്ച പുണ്യപൂതർ. ആദരിച്ചിടുവിൻ തുല്യമായി തെല്ലുമേ ഭേദം നിനക്കൊല്ലാധൂതർ തമ്മിൽ. ആദരിച്ചിടുവിൻ തുല്യമായി തെല്ലുമേ ഭേദം നിനക്കൊല്ലാധൂതർ തമ്മിൽ. ലോകങ്ങളെല്ലാം പടച്ചതാമീശ്വരൻ ഏകനം നോതുന്നു വേദമെല്ലാം. ലോകങ്ങളെല്ലാം പടച്ചതാമീശ്വരൻ ഏകനം നോതുന്നു വേദമെല്ലാം. നാനാമതസ്ഥരാ മാനവരൊക്കെയും നൂനമാ സൃഷ്ടാവിൻ സൃഷ്ടിയല്ലോ. ഉഷ്ണവും ശൈത്യവും ചർമ്മത്തിന്മേലുള്ള വർണ്ണത്തിൽ മാറ്റം വരുത്തിയിടവേ. നാടിയിലോടുന്ന രക്തമോരേ വർണ്ണം പാടില്ല വ്യത്യാസം നമ്മൾ തമ്മിൽ. നാടിയിലോടുന്ന രക്തമോരേ വർണ്ണം പാടില്ല വ്യത്യാസം നമ്മൾ തമ്മിൽ. നാമങ്ങൾ നൽകുന്നു മാതാപിതാക്കന്മാർ, നാമെന്തു തെറ്റതിൽ ചെയ്തു പോലും. യുക്തിവിശ്വാസവും ആദർശബോധവും വ്യക്തികൾ തങ്ങളുടെ സ്വന്ത കാര്യം. യുക്തിവിശ്വാസവും ആദർശബോധവും വ്യക്തികൾ തങ്ങളുടെ സ്വന്ത കാര്യം. നന്മയിൽ സത്യത്തിൻ സൗമ്യ സ്വഭാവത്തിൽ മേന്മകൾ തേടണം നേടണം നാം. സൃഷ്ടാവിൻ ശ്രേഷ്ഠ ഗുണങ്ങൾ തൻ കീർത്തനം സൃഷ്ടികളെല്ലാരും പാടണം താൻ. നാനാമതങ്ങളിൽ വന്നു ജനിക്കുന്ന മാനവരൊക്കെയും ഏകവർഗം. ഹൈന്ദവ ക്രൈസ്തവ ബൗദ്ധാദി വിശ്വാസ ബന്ധങ്ങളെന്തുണ്ട് ശൈശവത്തിൽ. ഹൈന്ദവ ക്രൈസ്തവ ബൗദ്ധാദി വിശ്വാസ ബന്ധങ്ങളെന്തുണ്ട് ശൈശവത്തിൽ. അമ്മതൻ പിന്നാലെ പൈതങ്ങൾ പോകുന്നു അമ്പലത്തിങ്കലോ പള്ളിയിലോ. ഏതു കാലത്തിലും ഏതു മതത്തിലും ഭൂതലം തന്നിൽ പിറന്നെന്നാലും സത്യപ്രസ്ഥാനത്തിൽ ചെന്നുറച്ചെങ്കിലേ ഹൃത്തിങ്കിൽ സ്വസ്ഥത കൊള്ളുമർത്യൻ. ആരായ്വിൻ ആരായ്വിൻ ആരാമം തോറുമേ നേരെ വിടർന്നൊരാ സത്യസൂനം. ശാന്തി സന്ദായക സൗമ്യപ്രഭാപൂരം ഏന്തി ഉയർന്നിടും ജ്ഞാനാധാരം. ആത്മീയ പൂന്തണലേകുന്ന മാഗന്ധം ആതങ്കം നീക്കിടും തൂമരന്തം. ആയതിന്നാനന്ദം ആനന്ദം മാനവ കായതിൽ നിർവൃതി നിർവൃതി തൻ. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്തു മതസ്ഥരും ബന്ധുക്കൾ ഒറ്റ കുടുംബജാതർ. സിഖുകൾ പാർസികൾ ജൂതരും ജൈനരും അക്കുടുംബാംഗങ്ങൾ തന്നെ നൂനം. അക്കുടുംബാംഗങ്ങൾ തന്നെ നൂനം.